എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് പുതിയതായിട്ട് വീണ്ടും ഒരു തേനീച്ചക്കൂട് എടുക്കാനായിട്ട് വന്നേക്കാണ്. ഇരിഞ്ഞാലക്കുടയിലുള്ള ഒരു ഫ്ലാറ്റിലാണ്. ഫ്ലാറ്റിന്റെ 12ാമത്തെ നിലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ ലിനേഷ് സാറുണ്ട്. ഹലോ, നമസ്കാരമുണ്ട്. ഇത് എപ്പിസ് ഡോസോറ്റ എന്ന ശാസ്ത്രീയനാമത്തിൽ അറിയപ്പെടുന്ന കാട്ടുതേനീച്ചകളാണ്. ഇവര് പല ആൾക്കാരും പല രീതിയിൽ ഇവരെ നശിപ്പിച്ച് കളയുന്ന ടീമുകളുണ്ട്. അതിന് വ്യത്യസ്തമായിട്ട് ഈച്ചകളെ കൊല്ലാതെ നമ്മൾ പറത്തിവിടാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 4 കിലോമീറ്റർ സർക്കിളിൽ പോളിനേഷൻ ചെയ്യുന്ന ഏക ജീവിയാണ് ഈ തേനീച്ചകൾ. അപ്പോൾ നമുക്ക് പ്രകൃതിക്ക് ആവശ്യമാണ്. പല കൃഷിക്കും പല കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇവർ നമുക്ക് ഭയങ്കര ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇവരെ നിലനിർത്തി പോകണം. അതിന്റെ ഭാഗമായിട്ട് ഇത്ര റിസ്ക് എടുത്തിട്ട് നമ്മൾ ഇത്ര ഈ 12ാമത്തെ നിലയിൽ കയറിയിട്ട് നമ്മൾ ഈ ഈച്ചനെ കൊല്ലാണ്ട് നമ്മൾ മാറ്റി കൊടുക്കണം ചെയ്ത്. ഇപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപദ്രവമായിട്ടുള്ള തേനീച്ചക്കൂടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് ലിനേഷ് സാറിനെ വിളിക്കാം. സാറിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ ഈ ഈച്ചകളെ ഒന്നും നമ്മൾ കൊല്ലില്ല. ഇവരെല്ലാം പുക അടുപ്പിച്ച് നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അടയിലുള്ളതൊന്നും തേനല്ല കേട്ടോ. തേന് ഏറ്റവും മുകളിലാണ്, ഒരു കൂട്ടിലെ ഏറ്റവും മുകളിലായിട്ടാണ് തേൻ ഉണ്ടാവുക. അപ്പൊ ആ ഒരു കോർണറിലായിട്ട് കാണുന്ന ആ വെളുത്ത മുളച്ചിരിക്കുന്നതാണ് തേൻ. ഇതിന്റെ താഴെയുള്ളതെല്ലാം അതിലെ കൂട്ടിലെ റാണീച്ചിടുന്ന മുട്ടകൾ പുഴുവായിട്ട് ഇരിക്കുന്നതാണ്. അപ്പൊ ആ അടയൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. പിന്നെ അവിടെ കുറച്ച് തേനുണ്ടായിരുന്നു. ആ തേനെല്ലാം നമ്മൾ ചെത്തിയെടുത്ത് നമ്മൾ ആ ഫ്ലാറ്റിലുള്ള ആൾക്കാർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ആകെ കൂടിയുള്ള തേൻ. പിന്നെ ഈ ഈച്ചകളെയൊക്കെ നമ്മൾ ചൂല് വെച്ച് അടിച്ചു കളഞ്ഞ് അവിടെ നമ്മൾ വേപ്പെണ്ണ അടിച്ചു കൊടുത്തു. രണ്ടാമത് അവർ അവിടെ തന്നെ കൂട് കൂട്ടാണ്ടിരിക്കാനായിട്ട്. ഇപ്പൊ നമ്മളിത് കൂടൊക്കെ എടുത്ത് ഈ ഭാഗത്ത് ക്ലിയർ ചെയ്ത് കെമിക്കൽ അടിച്ചു കൊടുത്ത് ഈച്ച ഇവിടെ ഇരിക്കാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് സ്ഥലം മാറിപ്പോകാനുള്ളതെന്ന് പറയുന്നത്. ഇവര് 10 ദിവസത്തിന്റെ അടുത്ത് ഈ ലൊക്കേഷനിൽ എവിടെയെങ്കിലും തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ എവിടെയെങ്കിലും ഇരുന്നതിന് ശേഷം ഇവർ പോവുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവരുടെ മുട്ടയും അവരുടെ വീടാണ് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞേക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുതിയ സ്ഥലം കണ്ട് ഐഡന്റിഫൈ ചെയ്ത് ഓക്കെ അതിന് ശേഷമാണ് ഇവർ ഇവിടുന്ന് പുതിയ സ്ഥലത്തേക്ക് മാറിപ്പോവുള്ളൂ. അപ്പൊ അതുവരെ നമ്മൾ എന്തായാലും ഇത് എടുത്ത അപ്പം തന്നെ മാറിപ്പോന്ന് ഒരു ഉറപ്പും പറയില്ല. 10 ദിവസത്തിനുള്ളിൽ പോവുള്ളൂ. അപൂർവങ്ങളിൽ 1-2 പോവാത്ത ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ഇപ്പൊ ഒരു 500-ലധികം കൂടുകൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതില് ഒരു 2 സ്ഥലത്തേക്കാണ് രണ്ടാമത് റിപ്പീറ്റ് വെയിറ്റ് പോകേണ്ട വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒറ്റ ട്രിപ്പാൽ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു 98% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ഒരു 10 ദിവസത്തിനുള്ളിൽ പൂവെന്ന്. ഒരു 2% നമുക്ക് പറയാൻ പറ്റുള്ളൂ പൂവില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരു വിധം ഒരു പോയിട്ടുണ്ട്. ഒരു 2% നമുക്ക് പറയാൻ പറ്റില്ല. അത് സ്വാഭാവികം. നമ്മൾ കൊന്നു കളയാത്ത കാരണം 100% പോകുന്നു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. ഒരു 10 ദിവസത്തിനുള്ളിൽ പോയി ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ടി വരും. പിന്നെ പോകേണ്ടത് 4 കിലോമീറ്റർ അപ്പുറത്തേക്കായിരിക്കും ഇവർ പോയി നല്ല സുരക്ഷിതമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഈ ചെയിൻ്റെ നമുക്ക് ജീവന ഭീഷണിയാണ്. ജനവാസത്തും പറത്തിവിടെ ചെയ്യുന്ന കാട് ഏരിയ അങ്ങനത്തെ ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഉപദ്രവിക്കാൻ പോകില്ല, അവർ എടുക്കാനും പോലും ഒന്നും പോകില്ല. അവർ സുന്ദരമായിട്ട് അവിടെ ജീവിച്ചോട്ടെ. നമ്മളൊരു തടസ്സം ചെയ്യില്ല.